പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. മോശ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവേ, 6 ലക്ഷത്തിലധികം കാലാൾ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിനെ കൂടാതെ വലിയൊരു ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവർക്ക് ഹല്ലേലൂയ എപ്പോഴും ഇറച്ചി കൊടുക്കാൻ നിനക്ക് പറ്റുമോ? നീ എത്ര കാളയെ, എത്ര ആടിനെ നീ അറുക്കും? നീ എത്രത്തോളം മത്സ്യത്തെ പിടിച്ചു കൂട്ടും? ദൈവത്തോട് ചോദിച്ച ചോദ്യം. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ മനുഷ്യർ ചോദിക്കാറുണ്ട്, കർത്താവേ, ഇത് നിനക്ക് കഴിയുമോ? നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ? എന്നാൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നാം അത് ഉറച്ച് ഹല്ലേലൂയ നാം അത് ഏറ്റുപറയണം. നമ്മുടെ കർത്താവിന് സകലവും സാധ്യം. ഹല്ലേലൂയ. അവന് സകലവും സാധ്യം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനം 4:19 നാം ഇങ്ങനെ തന്നെ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിൻ്റെ ആവശ്യമൊക്കെയും, നിൻ്റെ ജീവിതത്തിൻ്റെ ഏതാവശ്യമാണോ ക്രിസ്തുവേശുവിൽ അവൻ പൂർണ്ണമായി തീർത്തു തരും. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാകുന്നു. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തൻ്റെ ദാസനായ അബ്രഹാമിനോട് അരുളി ചെയ്തു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. വീണ്ടും തിരുവചനം വായിക്കുമ്പോൾ യെരമ്യാ പ്രവചനം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, നീ നീട്ടിയ ഭുജം കൊണ്ട്, നിൻ്റെ മഹാശക്തിയുള്ള കരം കൊണ്ട് നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം നാം ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ വേദപുസ്തകത്തിലെ ഇങ്ങനെ പല വചനങ്ങൾ കർത്താവിൻ്റെ ഹല്ലേലൂയ ബലത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന വചനങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് വെളിപ്പെടും. കർത്താവ് അതുകൊണ്ട് മോശയോട് പറഞ്ഞു, മോശേ, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, 1 മാസം മുഴുവനും ഹല്ലേലൂയ അല്ല, നിങ്ങളുടെ മരുഭൂ പ്രയാണത്തിലൊക്കെയും നിങ്ങൾക്ക് വേണ്ടുന്നത് തരാൻ, നിങ്ങൾക്ക് ഇറച്ചി തരാൻ, നിങ്ങളുടെ മൂക്കിലൂടെ ഓക്കാനം വരുമാറ് അതുപോലെ തരുവാൻ ഞാൻ വിശ്വസ്തനത്രേ, ഞാൻ മതിയായവനത്രേ. സകലത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ, നമ്മെ നടത്തുന്നെങ്കിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ കരം ഒരു നാളും കുറുകിയിട്ടില്ല. അവൻ്റെ ശക്തിക്ക് ഹല്ലേലൂയ ഒരു പരിധിയുമില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് നിങ്ങൾ പരിധിയിടുന്നു? നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് നിങ്ങൾ കുറവ് കാണുന്നു? നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? കർത്താവ് തന്നെ ചോദിക്കുക, എൻ്റെ ശക്തി ഹല്ലേലൂയ ഒരു നാളും മാറാത്തതത്രേ. പ്രിയരെ, കർത്താവിൻ്റെ കരത്തിന് ഹല്ലേലൂയ നിങ്ങളുടെ അടുക്കലോളം എത്താൻ ഹല്ലേലൂയ അത് കുറുകിപ്പോയോ? നിങ്ങളുടെ അടുക്കലോളം നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്തവണ്ണം ആ കരം ശോഷിച്ചു പോയോ? നമ്മുടെ കർത്താവിൻ്റെ കരം അഖിലാണ്ടത്തെ മെനഞ്ഞ കരമത്രേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ അപ്രമേയ ശക്തി ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും കുറയാത്തതത്രേ, മാറാത്തതത്രേ. ഒരു ദൈവ പൈതലിനെ വഴിയിൽ അവൻ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കർത്താവ് അതുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അവൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ വചനം മാറത്തില്ല, അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവേ, നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. മോശ തൻ്റെ ജീവിതത്തിൽ അറിയാതെ ഒരുപക്ഷെ തെറ്റിച്ചോദിച്ച ചോദ്യമായിരിക്കും, കർത്താവേ, നീ മതിയാകോളം ആടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്തും നമുക്ക് ഹല്ലേലൂയ ദൈവവചനത്തെ കൂടുതലായി പഠിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ആ യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എനിക്കൊരു മുട്ടും വരാത്തവണ്ണം എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ
മത്തായി സുവിശേഷത്തിൽ തന്നെ യേശു കർത്താവ് ഇപ്രകാരം നമ്മെ പഠിപ്പിച്ചു: മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അത് നാം വിശ്വസിക്കണം, നമ്മുടെ വാ കൊണ്ട് ഏറ്റുപറയണം. കൊരിന്ത്യ ലേഖനത്തിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, 2 കൊരിന്ത്യർ 9:8, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ദൈവം ശക്തനാ നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി തരാൻ, നിങ്ങളെ കൃപയിൽ പൊതിയാൻ നമ്മുടെ കർത്താവ് ശക്തനാ. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം നമുക്കും അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, എൻ്റെ കർത്താവ് മതിയായവനത്രേ. ദാവീദ് രാജാവ് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാ: ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കും ഏറ്റുപറയാം, കർത്താവേ, ജീവിതത്തിൽ ഇതുവരെയും ഒരു മനുഷ്യനെയും നീ തള്ളിക്കളഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല, നീ ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. നീ തള്ളിക്കളഞ്ഞതോ നീ ഉപേക്ഷിച്ചതായ ഒരു വ്യക്തിയും ഞങ്ങളുടെ മുമ്പാകെ വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും ഞങ്ങളെ ബലപ്പെടുത്താൻ, ഞങ്ങളെ ഉയർത്താൻ, ഞങ്ങളെ മാനിപ്പാൻ നിൻ്റെ കരം, നിൻ്റെ ബലമുള്ള കരം മതിയായതത്രേ. നീ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. നീ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തുന്ന നല്ല പിതാവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലത്തോടെ നടത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.